ഒരിക്കൽ മാതാ പാർവതിക്ക് മഹാദേവനോടൊപ്പം ചതുരംഗം കളിക്കാൻ തോന്നി. മഹാദേവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. ആ ചതുരംഗം കളിയിൽ മഹാദേവൻ തുടർച്ചയായി തോറ്റുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് പന്തയം വയ്ക്കാൻ ഒന്നുമില്ലാതായി. തന്റെ എല്ലാ വസ്തുക്കളും, വസ്ത്രങ്ങൾ പോലും അദ്ദേഹം കളിയിൽ നഷ്ടപ്പെടുത്തി. ഒടുവിൽ മഹാദേവൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഇലകൾ കൊണ്ട് ശരീരം മറച്ച് ഗംഗാ നദിയുടെ തീരത്തേക്ക് പോയി. ഈ വിവരം പുത്രനായ കാർത്തികേയൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ അമ്മയായ പാർവതി ദേവിയുടെ അടുത്തെത്തി. അച്ഛൻ നഷ്ടപ്പെടുത്തിയ വസ്തുക്കളെല്ലാം തിരികെ നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ മാതാ പാർവതിയും കാർത്തികേയ ഭഗവാനും തമ്മിൽ ചതുരംഗം കളി തുടങ്ങി. ഈ കളിയിൽ മാതാ പാർവതിക്ക് തോൽവി സംഭവിച്ചു. അമ്മയെ തോൽപ്പിച്ച് കാർത്തികേയൻ തന്റെ പിതാവിന്റെ വസ്തുക്കളെല്ലാം തിരികെ നേടി. അവ തിരികെ നൽകാനായി ഗംഗാ നദിയുടെ തീരത്തേക്ക് അദ്ദേഹം പോയി. ഈ തോൽവി മാതാ പാർവതിയെ വളരെയധികം വിഷമിപ്പിച്ചു. മാതാവിന്റെ ദുഃഖം മനസ്സിലാക്കിയ ഗണപതി ഭഗവാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനായി മഹാദേവനുമായി ചതുരംഗം കളിക്കാൻ തീരുമാനിച്ചു. ഈ കളിയിൽ മഹാദേവന് പിന്നെയും തന്റെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു. വസ്തുക്കളുമായി ഗണപതി ഭഗവാൻ മാതാ പാർവതിയുടെ അടുത്തെത്തി. അവ തിരികെ നൽകി. അപ്പോൾ മാതാ പാർവതി ഗണപതി ഭഗവാനോട് പറഞ്ഞു, നിന്റെ പിതാവിനെയും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഗണപതി ഭഗവാൻ വീണ്ടും തന്റെ പിതാവിനെ അന്വേഷിച്ച് ഗംഗാ തീരത്തേക്ക് പോയി. എന്നാൽ അവിടെ മഹാദേവനെ കണ്ടെത്താനായില്ല. പിന്നീട് ഗണപതി ഭഗവാന് മഹാദേവനെ ഹരിദ്വാറിൽ വെച്ച് കാണാൻ സാധിച്ചു. അപ്പോൾ മഹാദേവൻ ശ്രീഹരി വിഷ്ണു ഭഗവാനോടൊപ്പവും കാർത്തികേയ ഭഗവാനോടൊപ്പവും ഗംഗാ തീരത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ ഗണപതി ഭഗവാൻ മഹാദേവനോട് മാതാ പാർവതിയുടെ അടുത്തേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ദേവി പാർവതി വീണ്ടും എന്നോടൊപ്പം ചതുരംഗം കളിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ. ഗണേശ ഭഗവാൻ തന്റെ മാതാവ് മഹാദേവനോടൊപ്പം പകിട കളിക്കുമെന്ന് ഉറപ്പു നൽകി. ഇതിനെ തുടർന്ന് വിഷ്ണു ഭഗവാൻ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പകിടയുടെ രൂപം സ്വീകരിച്ച് കളിയിൽ പങ്കെടുത്തു. മാതാ പാർവതിയും മഹാദേവനും തമ്മിൽ വീണ്ടും ചതുരംഗം ആരംഭിച്ചു. എന്നാൽ മാതാ പാർവതി മഹാദേവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്തിലാണ് നിങ്ങൾ പന്തയം വയ്ക്കാൻ പോകുന്നത്? അപ്പോൾ നാരദ മഹർഷി അവിടെയെത്തി തന്റെ വീണ മഹാദേവന് പന്തയം വയ്ക്കാനായി നൽകി. കളി ആരംഭിച്ചു. ഈ കളിയിൽ മാതാ പാർവതിക്ക് തുടർച്ചയായി തോൽവി സംഭവിച്ചു. കാരണം പകിടയുടെ രൂപത്തിൽ ഉണ്ടായിരുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞാനുസരണമാണ് കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. ഈ വിവരം മാതാ പാർവതി അറിഞ്ഞപ്പോൾ ദേവിക്ക് അതിയായ കോപം വന്നു. മാതാ പാർവതി കോപത്തോടെ തന്റെ ഭർത്താവായ മഹാദേവനെയും ശ്രീഹരി വിഷ്ണുവിനെയും തന്റെ പുത്രനായ കാർത്തികേയനെയും നാരദ മഹർഷിയെയും ശപിച്ചു. ശാപങ്ങൾ ഇങ്ങനെയായിരുന്നു: ഗംഗാ നദിയുടെ ഭാരം എപ്പോഴും തന്റെ തലയിൽ ഉണ്ടാകുമെന്ന് മാതാ പാർവതി മഹാദേവനെ ശപിച്ചു. കാർത്തികേയ ഭഗവാൻ എപ്പോഴും ബാലരൂപത്തിൽ തന്നെ തുടരുമെന്ന് ശപിച്ചു. എന്നാൽ നാരദ മഹർഷി എപ്പോഴും അലഞ്ഞു തിരിയുമെന്നും ഒരിടത്തും കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ലെന്നും ശപിച്ചു. മഹാവിഷ്ണുവിന്റെ അടുത്ത അവതാരത്തിൽ രാവണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആയിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സീതാമാതാവിനെ തട്ടിക്കൊണ്ടുപോകുമെന്നും ശപിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ നാരായണായ. ജയ് മാ പാർവതി. ജയ് മാ മഹാലക്ഷ്മി. ജയ് ശ്രീ ഗണേഷ്. ഓം സുബ്രഹ്മണ്യായ നമഃ.